തിരുകരിപ്പുരമാണ് പിന്നീട് തൃക്കരിപ്പൂരായത് എന്നാണ് പറയപ്പെടുന്നത്. കരി എന്നത് ആനയുടെ പര്യായമാണ്. പുരം എന്നാൽ നഗരം, തിരു എന്നാൽ ഐശ്വര്യമുള്ള, വലിയ എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ഇപ്പോൾ ആനകളൊന്നും അധികമില്ല എന്ന് മാത്രമല്ല, ആ വഴി പോകുമ്പോഴെല്ലാം ആനകൾ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ഒരു കൗതുകത്തിന് നോക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഒരാനയെയും ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. എന്നാലും പേര് മാത്രം ബാക്കിയുണ്ട്. അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് വരാം. നീലേശ്വരം നഗരസഭ ചെറുവത്തൂർ, തൃക്കരിപ്പൂർ, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, കയ്യൂർ ചീമേനി, പീരിക്കോട്, പടന്ന, വലിയ പറമ്പ് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന തൃക്കരിപ്പൂർ നിയമസഭയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് മുൻ മുഖ്യമന്ത്രി EK നായനാരുടേതാണ്. അദ്ദേഹം 2 തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണിത്. ചുവപ്പിൽ നിന്നും ഒരിക്കലും മാറിയ ചരിത്രമില്ലാത്ത മണ്ഡലം, UDFനൊരു പ്രതീക്ഷയുമില്ലാത്ത മണ്ഡലം. ആകെ നടന്ന 10 തെരഞ്ഞെടുപ്പുകളിൽ 10ലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലം. കഴിഞ്ഞ തവണ CPMലെ M രാജഗോപാലൻ 26,137 വോട്ടിനാണ് കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പിലെ MP ജോസഫിനെ പരാജയപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ലഭിച്ച വോട്ടിൻ്റെ കണക്കിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDFന് നേരിയ ഭൂരിപക്ഷമുണ്ട്. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അതവർക്ക് വലിയ പ്രതീക്ഷയൊന്നും നൽകുന്നുമില്ല. കാരണം നീലേശ്വരം നഗരസഭ ഇപ്പോഴും LDF പക്ഷത്താണ്. ചെറുവത്തൂരും വലിയ പറമ്പും പീരിക്കോടും എല്ലാം LDF പക്ഷത്താണ്. കയ്യൂർ ചീമേനി നോക്കുകയാണെങ്കിൽ പാർട്ടി ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന ആ പഞ്ചായത്തിൽ പതിവ് പോലെ UDFനോ BJPക്കോ ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല. 16ൽ 16ഉം LDFനാണ്. തൃക്കരിപ്പൂർ, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, പടന്ന, ഇതാണ് UDFനുള്ള പഞ്ചായത്തുകൾ. അങ്ങനെ നോക്കുമ്പോഴും ചുവപ്പുകോട്ട തകർക്കാനാവാത്ത മണ്ഡലം തന്നെയാണ് തൃക്കരിപ്പൂർ. LDFകാർക്ക് വലിയ ആത്മവിശ്വാസമുള്ള മണ്ഡലം. അവിടെ തുടർച്ചയായി 2 ടേം പൂർത്തിയാക്കിയ M രാജഗോപാൽ മാറി ഇത്തവണ PPV മുസ്തഫയാണ് സ്ഥാനാർത്ഥി. കാസർകോട്ടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മുസ്തഫ CPMകാർക്കിടയിൽ സമ്മതനായ നേതാവാണ്. എല്ലാവർക്കും സുപരിതനായ നേതാവാണ്. കൊലവിളി രാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ കോൺഗ്രസ്സുകാരുടെ ആജന്മ ശത്രുവായ നേതാവുമാണ്. എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാൽ, കൃപേഷ് എന്നീ 2 ചെറുപ്പക്കാരുടെ ചോര പുരണ്ട കൈകൾ തന്നെയാണ് അത്. അവിടെ മുസ്തഫയെ തോൽപ്പിക്കാനായാൽ അത് കോൺഗ്രസ്സുകാരുടെ ഒരു നല്ല പകവീട്ടൽ തന്നെയായിരിക്കും. അതിനായി എല്ലാ പടലപ്പിണക്കങ്ങളും മാറ്റി കോൺഗ്രസ്സുകാർ ഒത്തുപിടിക്കുമോ എന്നെനിക്കറിയില്ല. മണ്ഡലം രൂപീകരിച്ച കാലം തൊട്ട് CPMന്റെ കുത്തക സീറ്റായ തൃക്കരിപ്പൂരിൽ ചരിത്രം മാറ്റി എഴുതാനാവുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. തൃക്കരിപ്പൂരിലെ ചുവപ്പ് മായ്ക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം തൃക്കരിപ്പൂർ എന്നല്ല, കാസർഗോഡ് ജില്ലയിൽ തന്നെ കോൺഗ്രസിനകത്തെ വലിയ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ്. കൊടി പിടിച്ചവരെല്ലാം അവിടെ സ്ഥാനമോഹികളാണ്. തൃക്കരിപ്പൂർ സീറ്റിനായി തന്നെ DCC പ്രസിഡന്റ് PK ഫൈസൽ, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ്, ഉദുമയിലെ മുൻ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയ തുടങ്ങിയവരൊക്കെ ചരട് വലിച്ചതാണ്. അവരെയൊക്കെ മറികടന്നാണ് സന്ദീപ് വാര്യർ എത്തുന്നത്. ആ അതിർത്തി പോളിംഗ് ബൂത്തിൽ പ്രതിഫലിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അതിനെ മറികടന്നാൽ സന്ദീപ് വാര്യർക്ക് അത് വലിയൊരു നേട്ടമായിരിക്കും. എതിർ സ്ഥാനാർത്ഥിയായി കൊലവിളി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസ്സുകാരുടെ ആജന്മശത്രുവായ PPV മുസ്തഫ വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ്സുകാർ എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് ഒരുമിക്കും എന്ന കാര്യം ഉറപ്പാണ്. അവിടെ ഇപ്പോൾ കാണുന്ന കോൺഗ്രസ്സുകാരുടെ ആവേശത്തിൽ അത് വ്യക്തവുമാണ്. എന്നാലും പിന്നെയും തടസ്സങ്ങൾ ബാക്കി കിടക്കുകയാണ്. അത് BJPയാണ്. തൃക്കരിപ്പൂരിൽ എന്നല്ല, എവിടെ നിന്നാലും സന്ദീപ് വാര്യരെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നത് BJPയുടെ വലിയ അഭിലാഷമാണ്. അതവർ ദൃഢപ്രതിജ്ഞയെടുത്തതുമാണ്. അതുകൊണ്ട് തന്നെ അവർ രഹസ്യമായി PPV മുസ്തഫയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ ഞാൻ തെളിഞ്ഞു കാണുന്നുണ്ട്. 2020ലെ രവി കുളങ്ങരയാണ് NDA ടിക്കറ്റിൽ മത്സരിക്കുന്നത്. അത് വെറും ഒരു സ്ഥാനാർത്ഥി എന്നേ ഉള്ളൂ. NDA രവി കുളങ്ങരയെ അവിടെ നിർത്തിയപ്പോൾ തന്നെ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും കാസർഗോഡ് ML അശ്വനിക്കും CPM വോട്ട് മറിച്ച് തൃക്കരിപ്പൂർ BJP വോട്ട് ഇടതുപക്ഷത്തിന് കൊടുക്കാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. അത്തരത്തിലൊരു ധാരണയായതായും അണിയറയിൽ ചെറിയ ഒരു സംസ്ഥാനമൊക്കെ അവിടെ ഉണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്കറിയില്ല. രവി കുളങ്ങര തന്നെ എത്ര കാലം 2020 ഉണ്ടാവും എന്ന്
സാബുവിന് പോലും ഒരു ഉറപ്പുണ്ടാകാൻ സാധ്യതയില്ല. ആദ്യം അദ്ദേഹം പ്രവാസി കോൺഗ്രസ് ആയിരുന്നു. അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് NCPയിലെത്തിയത്. അവിടെയും ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോഴാണ് അഭയാർത്ഥിയായി 2020-ലെത്തിയിട്ടുള്ളത്. കക്ഷിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഏതായാലും ഈ ഒരു ചാലഞ്ചും മറികടന്നാലും തൃക്കരിപ്പൂർ ജയിച്ചു കയറുക എന്നത് സന്ദീപ് വാര്യർക്ക് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തൃക്കരിപ്പൂരുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് CPM. അത് അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ ആര് വിചാരിച്ചാലും സാധ്യത കുറവാണ്. പരമ്പരാഗതമായി തന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന അവർക്ക് മറ്റൊരു ചിഹ്നവും കണ്ണിൽ പിടിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഉണ്ണിത്താൻ അത് സാധ്യമാക്കിയില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന പോലെ തൃക്കരിപ്പൂരും പ്രതിഫലിക്കുമെന്നും UDFകാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് സന്ദീപ് വാര്യരും. ഏതായാലും ഉണ്ണിത്താൻ സാധ്യമാക്കിയത് സന്ദീപ് വാര്യർ ആവർത്തിച്ചാൽ അത് ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും തിളക്കമാർന്ന വിജയമായിരിക്കും എന്ന് ഞാൻ പറയും. തൃക്കരിപ്പൂരിൽ ഇപ്പോൾ ഞാനൊന്നും പ്രവചിക്കുന്നില്ല. അവിടെ നമുക്ക് കണ്ടു തന്നെ അറിയാം.